ഈ അഖിൽമാരാരെ കുറിച്ച്. അഖിൽമാരാര് ഞാൻ അഖിൽമാരാറ് ബിഗ് ബോസ് ഷോ ഒക്കെ കണ്ടിട്ടുണ്ട്. അഖിൽമാരാർക്ക് ഇതിനു മുമ്പ് കുറെ ഇന്റർവ്യൂകളല്ല, ചെറിയ ഒരു സിനിമ ഏതാണ്ട് ചെയ്തെന്നും പറഞ്ഞു. ആ, ഒരു സിനിമ, അതായത് ജോജി ജോർജ് നായകനായ ഒരു സിനിമ ചെയ്തു. ആ സിനിമ വലിയ വിജയമൊന്നും ഉണ്ടായില്ലെങ്കിലും ആ സിനിമ അത്യാവശ്യം ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ യൂട്യൂബിലൊക്കെ ഒരു പ്രാവശ്യം കണ്ടെന്ന്, ഒരു പ്രാവശ്യമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പൊ അതിന്റെ നായകൻ ജോജി ജോർജാണ്. ജോജി ജോർജിന്റെ ഗംഭീരമായ അഭിനയമായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമ ഇച്ചിരെങ്കിലും ആൾക്കാരുടെ ഇടയിലേക്ക് ശ്രദ്ധ നേടി. അതായത് ആ ഡയറക്ഷനോ മറ്റു കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞ് ഈ സിനിമയെ റിവ്യൂ അശന്തുകോക്ക് എന്തോ പറഞ്ഞു. അശന്തുകോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രസിദ്ധനായ റിവ്യൂവർ, അല്ലെങ്കിൽ സിനിമയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു റിവ്യൂ പറയുന്ന ഒരാള്, പുള്ളിക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു റിവ്യൂ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അന്ന് തോന്നുന്നു ഈ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഈ അഖിൽമാരാരെ ഒരു സംവാദത്തിന് എന്തോ വിളിച്ചപ്പോഴാണ്, അന്ന് മുതലാണ് അഖിൽമാരാരെ കുറിച്ച് ജനം, അല്ലെങ്കിൽ സാധാരണക്കാരെ ഇങ്ങനെ അറിയാൻ തുടങ്ങി. അതിന് മുമ്പ് സിനിമ ഡയറക്ടർ എന്ന് പറഞ്ഞ് അറിയാനില്ല. പിന്നെ അവിടെ അഖിൽ കോട്ടാത്തലയോ ഒന്നോ ഇതൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മെയിൻ പ്രശ്നം എന്നാ ചോദിച്ചാൽ, ഈ അഖിൽമാരാര് ഈ മെയിൻ സ്ട്രീമിൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വൈറലായി, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇച്ചിരി ഫേമസ് ആയി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇച്ചിരി ഫേമസ് ആവുന്ന വ്യക്തിയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ വേടൻ ഒരു ഫേമസ് റാപ്പറാണ്. വേടനെ കുറിച്ച് അങ്ങനെ അധികം ആരും നെഗറ്റീവോ മറ്റൊന്നും പറയാത്ത, വേടൻ പറയുന്ന ആശയങ്ങളോട് ഉൾക്കൊണ്ടു പോകുന്ന ആൾക്കാർ അത് നെഗറ്റീവ് പറഞ്ഞ് അവിടെ പബ്ലിസിറ്റി ഉണ്ടാക്കാനാണ് ഈ അഖിൽമാരാരെ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ശോഭ വിശ്വനാഥിനെ കുറിച്ച് ഇത് ഓരോന്ന്, അങ്ങനെ ഓരോ സമൂഹത്തിലെ എന്തൊക്കെയോ പുള്ളി ഒരു വൈറൽ, അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക് എപ്പോൾ നിൽക്കണമെന്നുള്ള ചിന്താഗതിയിലാണ് പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്ത് ഒരു വിവാദങ്ങൾ എന്തോ പറഞ്ഞു, അഖിൽമാരാര് ബിഗ് ബോസ് കളിക്കുക ഈ പൊതുജനത്തിന് മുമ്പിലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഖിൽമാരാർ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് ഒറ്റക്ക് കേരള ജനങ്ങൾ അദ്ദേഹത്തെ, അല്ലെങ്കിൽ അഖിൽമാരാരെ കാണാൻ തുടങ്ങി. കാരണം ബിഗ് ബോസ് വിന്നറായ ബിഗ് ബോസിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരുപാട് പേരുണ്ട് ആ സമയത്ത്. പക്ഷെ വിന്നറായ അഖിൽമാരാർ, അതിന് ഏക കാരണം ജോജു ജോർജാണ്. ആക്ടർ ജോജു ജോർജിന്റെ PR കൊണ്ട് മാത്രമാണ് ഈ അഖിൽമാരാര് ജയിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടാണ്. അതായത് നമ്മൾക്ക് സാധാരണ ട്രോഫിയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് വീട്ടിലെല്ലാരെയും കണ്ട് ഫോട്ടോ എടുക്കുകയൊക്കെ. ഇതങ്ങനല്ല, അഖിൽമാരാര് ട്രോഫി കിട്ടിയപ്പോൾ ആദ്യം പോയത് ജോജു ജോർജിന്റെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകും, ജോജു ജോർജ് എന്ന് പറയുന്ന ആക്ടർ, അല്ലെങ്കിൽ ജോജു ജോർജിന്റെ ഒരു മുഖ്യ ഇതിലില്ലെങ്കിൽ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി വിന്നറാകത്തില്ല. പക്ഷെ അഖിൽമാരാർ അതിലും വലിയ രസം, അഖിൽമാരാര് പിന്നെ ജോജി ചേട്ടാന്ന് വിളിച്ചു അഖിൽമാരാർ, പിന്നെ ജോജു ജോർജിനെ ജോജു എന്നാവും വിളിയൊക്കെ. അതൊക്കെ സ്വാഭാവികമായിട്ടിരിക്കും. എന്നിരുന്നാൽ തന്നെ പിന്നെ അഖിൽമാരാർ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയില് അഖിൽമാരാറുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ ജോജു ജോർജ് നായകന്മാര് ആക്കി ആ സിനിമയിൽ, അല്ലെങ്കിൽ രണ്ട് നല്ല കഥാപാത്രങ്ങൾ കൊടുത്തു, യുനീസും സാഗറും. എനിക്ക് തോന്നുന്നത് ജോജു ജോർജ് അവിടെ മുതലായിരിക്കും പിണങ്ങാനുള്ള കാരണം തോന്നുന്നു. ഇത് രണ്ടും പിണക്കത്തിലാണ്, അല്ലെങ്കിൽ ഇവർ രണ്ടും യോജിക്കത്തില്ല എന്നൊക്കെ പറയുന്നത്. അഖിൽമാരാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും ചൊറിഞ്ഞ് അവരുടെ ഈ ഇമേജ് പിടിച്ചു പറ്റുന്ന ഒരു പ്രത്യേക തരം ആളാണ് അഖിൽമാരാർ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് അറിയും. പിന്നെ ബിഗ് ബോസ് കയറി അഖിൽമാരാറെ ഒറ്റ വർദ്ധാനം അഖിൽമാരാരെ പുറത്താക്കി, ബിഗ് ബോസിൽ നിന്ന് എല്ലാ എൻട്രിയും പുറത്താക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ആദിവാസി വിഭാഗം മതവുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശം നടത്തി. അതിനെക്കുറിച്ച് അത് വലിയൊരു വിവാദമായ പ്രസ്താവനയാണ്. അതൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അത് അഖിൽമാരാർ അവിടെ വെച്ച് ക്ഷമ പറഞ്ഞത് തീർന്നു. അങ്ങനെ അഖിൽമാരാർ ഇനി അടുത്തൊരു ആരെങ്കിലും വലിയൊരു സെലിബ്രിറ്റി, അല്ലെങ്കിൽ വലിയൊരു വ്യക്തിയെ കുറിച്ച് ഈ സമൂഹം, അതായത് ഒഴുക്കിനൊപ്പം നീന്തുന്ന ഒരു സ്വഭാവം മാറാറുണ്ട്. ഒഴുക്കിനെതിരെ ഇങ്ങനെ കാരണം എപ്പോഴും ഇത് നിൽക്കണം. അതിന് അദ്ദേഹം പറയുന്നൊരു പോയിന്റും കൂടെ ഉണ്ട്. ഒരു മീഡിയ ചർച്ചയിൽ അദ്ദേഹം പറയുന്നു, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അപ്പൊ നമുക്ക് അഖിൽമാരാറുടെ അടുത്തൊരു
ഇതുപോലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു വ്യക്തികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിവാദവുമായിട്ട് അഖിൽ മാരാർ വരുമെന്നുള്ള ഉറപ്പാണ്, നമുക്കത് പ്രതീക്ഷിച്ചിരിക്കും.